ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അക്കൗണ്ടൻസി ബേസ്ഡ് ആണ്. ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഓരോ ടോപ്പിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും മിസ്സാവാൻ പാടില്ല. സോ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഘടനയും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നതെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലെഡ്ജർ prepared under a self-balancing ledger system? Okay, which of the following is not a type of ledger prepared under self-balancing ledger system? Option A, trading ledger. Option B, creditors ledger. Option C, debtors ledger. Option D, general ledger. Option A ആണ് ഉത്തരമായി വരിക, ട്രേഡിംഗ് ലെഡ്ജർ. രണ്ടാമത്തെ ചോദ്യം, the statement which is prepared to reconcile the balance of cash book and passbook is known as? The statement which is prepared to reconcile the balance of cash book and passbook is known as? Option A, trial balance. Option B, balance sheet. Option C, profit reconciliation document. Option D, none of the above. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല. നമ്മുടെ റീകൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ റീകൺസിലേഷൻ ആണല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഇല്ലാത്തത് കാരണം നൺ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാസ്ബുക്ക് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ മെയിൻറ്റെയിൻഡ് ബൈ ദ. പാസ്ബുക്ക് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ മെയിൻറ്റെയിൻഡ് ബൈ ദ. ആരാണ് പാസ്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ബാങ്ക്. ഓപ്ഷൻ ബി, കസ്റ്റമർ. ഓപ്ഷൻ സി, ബിസിനസ് ഓണർ. ഓപ്ഷൻ ഡി, മോർ ദാൻ വൺ ഓഫ് ദി എബവ്. ഓക്കെ, അതർ ദാൻ വൺ ഓഫ് ദി എബവ് എന്നാണ്. അപ്പോൾ ഈ പാസ്ബുക്ക് എന്ന് പറയുമ്പം ശരിക്കും എന്താണ് പാസ്ബുക്ക്? നമ്മുടെ ബാങ്കിൻ്റെ കയ്യിലുള്ളതാണ് അല്ലേ. ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റമറുടെ ആര് സൂക്ഷിക്കുന്നതാണ്? ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ ബാങ്ക് എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ബാങ്കാണ് ആൻസറായിട്ട് വരിക. നാലാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് വാരിയസ് ലെഡ്ജർ ബാലൻസസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ഈസ് നോൺ ആസ്? Statement containing various ledger balances on a particular date is known as? Option A, trial balance. Option B, trading account. Option C, balance sheet. Option D, more than one of the above. Okay, ഏതാണ്? ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് വാരിയസ് ലെഡ്ജർ, ഒരുപാട് ലെഡ്ജർ ബാലൻസസിൻ്റെ ഹെഡുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നത് എന്താണ്? ട്രയൽ ബാലൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ, ട്രയൽ ബാലൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ജഗൻ ഫോർ ₹5,000 ഈസ് ക്രെഡിറ്റഡ് ടു സെയിൽസിലാണ് ക്രെഡിറ്റ് ചെയ്തത്. സോ ഇത് എന്തോ എററാണ്? ഈസ് ആൻ എറർ ഓഫ്. ഓപ്ഷൻ എ, കോമ്പൻസേറ്റിംഗ് എറർ. ഓപ്ഷൻ ബി, എറർ ഓഫ് പ്രിൻസിപ്പൽ. ഓപ്ഷൻ സി, എറർ ഓഫ് കമ്മീഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഏത് എററാണ്? കാരണം ഇത് എറർ ഓഫ് പ്രിൻസിപ്പൾ അല്ല, ചെറുതായിട്ട് അതായത് റോങ് പോസ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ റോങ് പോസ്റ്റിംഗ് വരുന്നത് എറർ ഓഫ് കമ്മീഷനാണ് കേട്ടോ. റോങ് പോസ്റ്റിങ്ങും റോങ് ടോട്ടലിങ്ങും ഒക്കെ വരുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം, ദ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ്? ദ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ്? ഓപ്ഷൻ എ, ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ബി, അക്കൗണ്ട്. ഓപ്ഷൻ സി, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി, ട്രയൽ ബാലൻസ്. അപ്പോൾ ഏതാണ് ഉത്തരമായി വരുന്നത്? ദ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, പർച്ചേസ് അക്കൗണ്ട് റിട്ടേൺ ഈസ് സെയിം ആസ്? പർച്ചേസ് അക്കൗണ്ട് റിട്ടേൺ എന്തിനു സമമാണ്? റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ആണോ? റിട്ടേൺ ഔട്ട്വേർഡ് അക്കൗണ്ട് ആണോ? ഗുഡ് ഇൻവേർഡ് ആണോ? ഗുഡ്സ് പർച്ചേസ് അക്കൗണ്ട് ആണോ? റിട്ടേൺ ഔട്ട്വേർഡ് ആണ് അല്ലേ. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഈസ് സെയിം ആസ് റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. അതായത് പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചയച്ചു അല്ലേ. ഓക്കെ,
അപ്പോൾ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, എറർ ഓഫ് പ്രിൻസിപ്പൾ വിൽ നോട്ട് അഫക്റ്റ്. എറർ ഓഫ് പ്രിൻസിപ്പൾ അഫക്റ്റ് ചെയ്യാത്തത് ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ പൊസിഷൻ, ഓപ്ഷൻ ഡി ലിക്വിഡിറ്റി. ട്രയൽ ബാലൻസ് ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്. എറർ ഓഫ് പ്രിൻസിപ്പൾ വിൽ നോട്ട് എഫക്റ്റ് ട്രയൽ ബാലൻസ്. 9ാമത്തെ ചോദ്യം, ട്രയൽ ബാലൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ആൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി എ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി എ സബ്സിഡിയറി ബുക്ക്, ഓപ്ഷൻ ഡി എ പ്രിൻസിപ്പൽ ബുക്ക്. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, എ ബാങ്ക് പാസ്ബുക്ക് ഈസ് എ കോപ്പി ഓഫ്. ബാങ്ക് പാസ്ബുക്ക് എന്തിൻ്റെ കോപ്പിയാണ്? അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരേ സബ്ജക്റ്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് പാസ്ബുക്കുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതെല്ലാം ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ നന്നായി പഠിച്ചു വയ്ക്കണം. എ ബാങ്ക് പാസ്ബുക്ക് ഈസ് എ കോപ്പി ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ബാങ്ക് കോളം ഇൻ പാസ്ബുക്ക്, ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് കോളം ഇൻ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ബിസിനസ് ഫേംസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ ബാങ്ക്. ഏതാണ് ഉത്തരമായി വരുന്നത്? ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്തിൻ്റെ കോപ്പിയാണ്? ബിസിനസ് ഫേംസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ ബാങ്ക്. ബാങ്കിലെ ബിസിനസ് ഫേമിൻ്റെ അക്കൗണ്ടാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം, ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ഓപ്ഷൻ എ ക്രെഡിറ്റ്, ഓപ്ഷൻ ബി ഡെബിറ്റ്, ഓപ്ഷൻ സി ഫിക്സഡ്, ഓപ്ഷൻ ഡി കറൻറ്റ്. ഏതാണ് ഉത്തരമായി വരുന്നത്? ഡെബിറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷ് ബുക്ക് ഈസ്. 12ാമത്തെ ചോദ്യം, ക്യാഷ് ബുക്ക് എന്താണ്? ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ, ഓപ്ഷൻ ഡി പെറ്റി ക്യാഷ് ബുക്ക്. എന്താണ്? ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ ആണ് ക്യാഷ് ബുക്ക് എന്നത് ഓർത്തിരിക്കുക. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ. 13ാമത്തെ ചോദ്യം, ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ഈസ്. ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് എന്താണ്? ഓപ്ഷൻ എ എക്സ്പെൻസ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി അസറ്റ്. എന്താണ്? ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് എന്താണ്? അസറ്റാണ് അല്ലേ. ഓപ്ഷൻ ഡി അസറ്റാണ്. ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് അസറ്റാണ്. അടുത്ത ചോദ്യം, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് കാൾഡ്. A statement of debit and credit balance of account is called option A trial balance, option B trading account, option C profit account, option D loss account. Statement of debit and credit balance of account എന്താണ്? ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ. ഓപ്ഷൻ എ ട്രയൽ ബാലൻസ് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. 15ാമത്തെ ചോദ്യം, ഡെബിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഡെബിറ്റ് നോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പർച്ചേസ് റിട്ടേൺ, ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ സി പർച്ചേസസ്, ഓപ്ഷൻ ഡി സെയിൽസ്. ഡെബിറ്റ് നോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 16ാമത്തെ ചോദ്യം, ഡിഫറൻസ് ഇഫ് എനി ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ട്രാൻസ്ഫർഡ് ടു. ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ സസ്പെൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി കറണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് ഡാഷ്. ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഡബിൾ എൻട്രി, ഓപ്ഷൻ ബി സിംഗിൾ എൻട്രി, ഓപ്ഷൻ സി കോൺട്രാ എൻട്രി, ഓപ്ഷൻ ഡി ട്രിപ്പിൾ എൻട്രി. ഏതാണ് ഉത്തരമായി വരുന്നത്? കോൺട്രാ എൻട്രി ആണ് അല്ലേ. ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ബോത്ത് സൈഡ്സ്, രണ്ട് വശത്തും എഴുതും, അതാണ് കോൺട്രാ എൻട്രി. അടുത്ത ചോദ്യം, വെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്.
ഡിസോണേഡ്. ദ അക്കൗണ്ട് ഡെബിറ്റഡ് ഈസ് വെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ചെക്ക് എന്തായി? ഡിസോണേഡ് ആയി അല്ലേ. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ദ അക്കൗണ്ട് ഡെബിറ്റഡ് ഈസ് ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി പേഴ്സണൽ, ഓപ്ഷൻ സി ക്യാഷ്, ഓപ്ഷൻ ഡി ക്രെഡിറ്റേഴ്സ്. ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ശരിക്കും കസ്റ്റമറുടെ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടത് പേഴ്സണൽ അക്കൗണ്ട് ആയ കാരണം നമ്മൾ ഉത്തരമായി എടുക്കേണ്ടത് പേഴ്സണൽ ആണ്. ഓക്കെ, ഇവിടെ പേഴ്സണലാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം. ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ ദ പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണ്? പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡെബിറ്റ് നോട്ടാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ക്രെഡിറ്റ് നോട്ട്, ഓപ്ഷൻ ബി ഡെബിറ്റ് നോട്ട്, ഓപ്ഷൻ സി ഇൻവോയ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഡെബിറ്റ് നോട്ടാണ്. അപ്പോൾ ഈ ഭാഗം വളരെ നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങളായി ആ ഭാഗത്തു നിന്ന് തന്നെ കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ, വ്യക്തമായി പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം. എ ഫിക്സഡ് സം വിത്ത് വിച്ച് എ പെറ്റി ക്യാഷ്യർ ബിഗെയിൻസ്. എന്തു വെച്ചാണ് പെറ്റി ക്യാഷ്യർ ബിഗിൻ ചെയ്യുന്നത്? പെറ്റി ക്യാഷ് ആണോ, ഇംപ്രസ്ഡ് മണി ആണോ, ഫിക്സഡ് ക്യാഷ് ആണോ, ഫ്ലോട്ടിംഗ് ക്യാഷ് ആണോ? അറിയാം അല്ലേ, ഇംപ്രസ്ഡ് മണി വെച്ചാണ് തുടങ്ങുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഇംപ്രസ്ഡ് മണിയാണ് ഉത്തരം. 21. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഈസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അത് ഇറ്റ് ഡാഷ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അത് ട്രയൽ ബാലൻസിൽ എന്തു മാറ്റമാണ് വരുത്തുന്നത്? ഓക്കെ, ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ട്രയൽ ബാലൻസ് എന്നാണ് ഉത്തരമായി വരുന്നത് കേട്ടോ. ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ട്രയൽ ബാലൻസ്, അതായത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. വിൽ നോട്ട് എഫക്റ്റ് എന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം. ഫസ്റ്റ് കോളം ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്കിലെ ആദ്യത്തെ കോളം, ഫസ്റ്റ് കോളം എന്താണ്? ഓപ്ഷൻ എ ഡാറ്റ, ഓപ്ഷൻ ബി എക്സ്പെൻസ്, ഓപ്ഷൻ സി റെസിപ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. റെസിപ്റ്റ് കോളമാണ് പെറ്റി ക്യാഷ് ബുക്കിൽ വരിക. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ കോളം വരയ്ക്കുന്ന രീതിയൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം കേട്ടോ. വാട്ട് ഈസ് ദ നോട്ട് സെൻഡ് ബൈ ദ ബയർ ഓൺ ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് കോൾഡ്. ഇത് തന്നെയാണ് തുടർച്ചയായിട്ട് തുടർന്ന് ഡെബിറ്റ് നോട്ട് ഒരുപാട് പ്രാവശ്യമായി കടന്നു വരുന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. വാട്ട് ഈസ് ദ നോട്ട് സെൻഡ് ബൈ ദ ബയർ ഓൺ ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് കോൾഡ്? ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, റിട്ടേൺ നോട്ട്, നൺ ഓഫ് ദി എബവ്. ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 24ാമത്തെ ചോദ്യം. വെൻ ഡു യു മേക്ക് എ റെക്കോർഡിംഗ് ഇൻ ദ പർച്ചേസ് ബുക്ക്? എപ്പോഴാണ് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്? ആഫ്റ്റർ ആഡിങ് ദ ക്യാഷ് ഡിസ്കൗണ്ട്, ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ക്യാഷ് ഡിസ്കൗണ്ട്, ആഫ്റ്റർ ആഡിങ് ദ ട്രേഡ് ഡിസ്കൗണ്ട്, ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട്. ഏതാ ഉത്തരമായി വരിക? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ഉത്തരമായി വരിക കേട്ടോ. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട് യു മേക്ക് എ റെക്കോർഡിംഗ് ഇൻ ദ പർച്ചേസ് ബുക്ക്. ഓക്കെ, 25ാമത്തെ ചോദ്യം. ദ അക്കൗണ്ട് വിച്ച് ഇൻക്രീസ്ഡ് ബൈ എ ഡെബിറ്റ് എൻട്രി. ഓക്കെ, ഓപ്ഷൻ എ സെയിൽസ്, ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഏതാണ്? സെയിൽസ് റിട്ടേൺ ആണ്. ദ അക്കൗണ്ട് വിച്ച് ഇൻക്രീസ്ഡ് ബൈ എ ഡെബിറ്റ് എൻട്രി. ഒരു ഡെബിറ്റ് എൻട്രി വെച്ച് ഇൻക്രീസ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യമാണ്. വിച്ച് ഈസ് ദ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഏതാണ് ബേസിക്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓടിപ്പോയിട്ട് ട്രയൽ ബാലൻസ് കാണുമ്പോൾ അത് എഴുതിയേക്കരുത് കേട്ടോ. ഓപ്ഷൻ എ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം. കമ്പനി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം തന്നെ നമ്മൾ ഉത്തരമായി പരിഗണിക്കേണ്ടത് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് അവരുടെ പ്രിപ്പറേഷനിൽ, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് R&D ആണ്
ഇവിടെ ഉത്തരമായി എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. 27ാമത്തെ ചോദ്യം, എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് എറേഴ്സ്. ഏത് എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനാണ് സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഓപ്ഷൻ ബി വൺ സൈഡ് എറേഴ്സ്, ഓപ്ഷൻ സി ഓൾ എറർ എന്നാണ്. ഓൾ എറർ, എല്ലാ എററുകളും. ഡി പ്രിൻസിപ്പിൾ. ഏതാണ്? വൺ സൈഡ് എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ടു റെക്കോർഡ്. പെറ്റി ക്യാഷ് ബുക്ക് ഏത് സമയത്താണ്, എന്ത് റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സ്മോൾ എക്സ്പെൻസ്, ഓപ്ഷൻ ബി സ്മോൾ പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ സി ഓൾ എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി സ്മോൾ റിസീപ്റ്റ്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. സ്മോൾ പേയ്മെൻറ്റ്സ്. സ്മോൾ പേയ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, മെയിൻറ്റെയിൻ ടു റെക്കോർഡിനാണ് പെറ്റി ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ. 29ാമത്തെ ചോദ്യം, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് എന്താണ്? ഡെപ്പോസിറ്റിനെ കാണിക്കുന്നു. 30ാമത്തെ ചോദ്യം, ആൻ എറർ ഇൻ ദ അക്കൗണ്ടിങ് വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. അതിനെ എന്ത് വിളിക്കും? എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? കോമ്പൻസേറ്റിംഗ് എറർ ആണ് അല്ലേ. അതായത് കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു, ഒരു എറർ മറ്റേ എററിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കൗണ്ടർ ബാലൻസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വൈറ്റ് വാഷിംഗ് എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ ബിൽഡിംഗ് അക്കൗണ്ട് ഇറ്റ് ഈസ് ആൻ എറർ ഓഫ്. വൈറ്റ് വാഷിംഗ് എക്സ്പെൻസ് ബിൽഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു, അത് എന്ത് തരം എററാണ്? ക്ലറിക്കൽ ആണോ, ഡ്യൂപ്ലിക്കേഷൻ ആണോ, പ്രിൻസിപ്പൾ ആണോ, ഒമിഷൻ ആണോ? എന്താണ്? പ്രിൻസിപ്പൾ ആണ് അല്ലേ. എറർ ഓഫ് പ്രിൻസിപ്പൾ ആണ്. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് നോളജ് മാറി ഇല്ലാത്തത് കാരണമാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് എറർ ഓഫ് പ്രിൻസിപ്പൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ഡെബിറ്റ് നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ആരാണ് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ബയ്യർ, ഓപ്ഷൻ ബി സെല്ലർ, ഓപ്ഷൻ സി ഡെപ്റ്റർ, ഓപ്ഷൻ ഡി ക്രെഡിറ്റർ. അപ്പോൾ പർച്ചേസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പർച്ചേസർ തന്നെയാണ് ഇവിടെ ബയ്യർ എന്ന് പറയുന്നത് കേട്ടോ. ഡെബിറ്റ് നോട്ട് ബയ്യർ അല്ലെങ്കിൽ പർച്ചേസർ ആണ് കണക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ സെല്ലർ അല്ലെങ്കിൽ സപ്ലയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്കിൽ പെടാത്തത് ഏതാണ്? ക്യാഷ് ആണോ, പ്ലെഡ്ജ് ജുവൽസ് ആണോ, ഫേർണിച്ചർ ആണോ, ലാൻഡ് ആണോ? ഏതാ വരാത്തത്? ഓപ്ഷൻ ഡി ലാൻഡ് ആണ് കേട്ടോ ഉത്തരമായി വരുന്നത്. ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ സ്റ്റോക്കിൽ ഉൾപ്പെടാത്തത് ലാൻഡ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്, നോൺ ട്രേഡിംഗ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിപ്പയർ. നോൺ ട്രേഡിംഗ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുമാണോ, ട്രേഡിങ്ങും ബാലൻസ് ഷീറ്റുമാണോ, ഓൾ ഓഫ് ദം ആണോ? നോൺ ട്രേഡിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇനി 35ാമത്തെ ചോദ്യമാണ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദർ ഈസ് എ നെറ്റ് ലോസ്. അവിടെ ഒരു നെറ്റ് ലോസ് ഉണ്ട് 1 lakh. ഈ ദിസ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓപ്ഷൻ എ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ പ്രത്യേകം ഓർക്കാൻ നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. നെറ്റ് ലോസ് ആണ്, അപ്പോൾ അസറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 36ാമത്തെ ചോദ്യം, ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, വർക്കിംഗ് റിസൾട്ട്സ്, നൺ ഓഫ് ദിസ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഗ്രോസ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനാണ് അല്ലേ. ഓക്കെ, അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ വാല്യൂ റിമൈനിങ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ്.
ദ വാല്യൂ റിമൈനിങ് ആഫ്റ്റർ, അതായത് ഒരു അസറ്റിൻ്റെ വർക്കിംഗ് ലൈഫ് കഴിഞ്ഞും ഉള്ള വാല്യൂവിനെ, റിമൈനിങ് ചെയ്യുന്ന വാല്യൂവിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ബുക്ക് വാല്യൂ ആണോ? ഓപ്ഷൻ ബി ബ്രേക്കപ്പ് വാല്യൂ ആണോ? ഓപ്ഷൻ സി മാർക്കറ്റ് വാല്യൂ ആണോ? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? ഓപ്ഷൻ ബി ആണ്, ബ്രേക്കപ്പ് വാല്യൂ ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ബി ആണ് ബ്രേക്കപ്പ് വാല്യൂ. ഓക്കെ. 38ാമത്തെ ചോദ്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻ എ ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഉത്തരമായി വരുന്നത്. 39ാമത്തെ ചോദ്യം, ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത്. ഓപ്ഷൻ എ സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ ബി റിട്ടേൺ ഔട്ട്വാർഡ്സ്, ഓപ്ഷൻ സി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളായി കാണുന്നു. ക്രെഡിറ്റ് നോട്ട് ഒരെണ്ണം പോലും കണ്ടില്ല. അപ്പോൾ ഡെബിറ്റ് നോട്ടും അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. റിട്ടേൺ ഔട്ട്വാർഡാണ് കേട്ടോ. റിട്ടേൺ ഔട്ട്വാർഡാണ് ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ബിൽസ് റിസീവബിൾസ് ആർ കണക്റ്റഡ് വിത്ത്. ബിൽസ് റിസീവബിൾസ് ആർ കണക്റ്റഡ് വിത്ത് കറണ്ട് അസറ്റ് ആണ് കേട്ടോ. കറണ്ട് അസറ്റ് ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻസ് കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, വേസ്റ്റിംഗ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് ആണ് ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. 41ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കാണിക്കാത്ത അല്ലെങ്കിൽ അല്ലാത്ത മെത്തേഡുകൾ ഏതാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ഈ ആദ്യം തന്നിരിക്കുന്ന 3 ഡിപ്രിസിയേഷൻ്റെ മെത്തേഡുകൾ തന്നെയാണ്. 4ാമത്തെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് ഡിപ്രിസിയേഷൻ മെത്തേഡ് അല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. ഓക്കെ. 42ാമത്തെ ചോദ്യം, വേർ എ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഐദർ വോളി ഓർ പാർട്ട്ലി സച്ച് എറേഴ്സ് ആർ നോൺ ആസ്. വേറെ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബി റെക്കോർഡ് ചെയ്തിട്ടില്ല ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വോളി ഓർ പാർട്ട്ലി സച്ച് എറേഴ്സ്. അത്തരത്തിലുള്ള എറേഴ്സിന് എന്തു പറയും? ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഉൾപ്പെടുത്താത്ത എറേഴ്സ്. അതിനെ പറയുന്നതാണ് എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണോ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, എറർ ഓഫ് കോമ്പൻസേഷൻ ആണോ? എറർ ഓഫ് ഒമിഷൻ ആണ് ഉത്തരമായി വരുന്നത് കേട്ടോ. എറർ ഓഫ് ഒമിഷൻ. വേറെ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഐദർ വോളി ഓർ പാർഷ്യലി. ഓക്കെ, ഒന്നെങ്കിൽ പകുതി അല്ലെങ്കിൽ വോളി. ഐദർ വോളി ഓർ പാർഷ്യലി സച്ച് എറേഴ്സ് ആർ നോൺ ആസ് എറർ ഓഫ് ഒമിഷൻ. ഓക്കെ. അടുത്ത ചോദ്യം, 43ാമത്തെ ചോദ്യം, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി റവന്യൂ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. റവന്യൂ ഫണ്ട് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുക? നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഉണ്ടാക്കുക കേട്ടോ. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി റവന്യൂ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. 44ാമത്തെ ചോദ്യം, ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ റിസൾട്ട് ഇൻ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നടത്തിയാൽ റിപ്പോർട്ടഡ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഫെയർ ആയിരിക്കോ, അണ്ടർ ആയിരിക്കോ, ഓവർ ആയിരിക്കോ, എനി ഓഫ് ദീസ് ആയിരിക്കോ? ഓവർ ആയിരിക്കും അല്ലേ. ഓവർ ആയിരിക്കും റിപ്പോർട്ടഡ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രീവിയസ് ഇയർ വിച്ച് ഈസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് ഡാഷ് ടു ദ കറണ്ട് ഇയർ. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രീവിയസ് ഇയർ വിച്ച് ഈസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പോൾ അതൊരു പേയ്മെൻറ്റ് ലയബിലിറ്റിയാണ്. ഓപ്ഷൻ എ പേയ്മെൻറ്റ് ലയബിലിറ്റി, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട്. പേയ്മെൻറ്റ് ലയബിലിറ്റിയാണ് സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രീവിയസ് ഇയർ വിച്ച് ഈസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം കൊടുക്കുകയാണെങ്കിൽ കേട്ടോ, മുൻപത്തെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷം പേ ചെയ്യുകയാണെങ്കിൽ അതൊരു പേയ്മെൻറ്റ് ലയബിലിറ്റിയായി കണക്കാക്കുന്നു. 46ാമത്തെ ചോദ്യം, എ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡാഷ് ഓഫ് ഗുഡ്സ് വെൻ ഹി റിട്ടേൺസ് സം ഓഫ് ദ ഗുഡ്സ് പർച്ചേസ്ഡ്. വീണ്ടും വന്നു ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസർ ആണ് അല്ലേ. ഓഫ് ഗുഡ്സ് വെൻ ഹി റിട്ടേൺ സം ഓഫ് ദ ഗുഡ്സ് പർച്ചേസ്ഡ്. റിട്ടേൺ ചെയ്യുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് വരിക. ഓപ്ഷൻ എ ഡെപ്റ്റർ, ഓപ്ഷൻ ബി ക്രെഡിറ്റർ, ഓപ്ഷൻ സി സെല്ലർ, ഓപ്ഷൻ ഡി പർച്ചേസർ. പ്രത്യേകം ഓർത്തു വയ്ക്കുക, ഡെബിറ്റ് നോട്ട് പർച്ചേസർ. 47, ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡഡ്. ട്രേഡ് ഡിസ്കൗണ്ട് എവിടെയാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബോത്ത് എ ആൻഡ് ബി, നോവർ
എന്താ ഉത്തരമായി വരുന്നത്? നോവർ. ട്രേഡ് ഡിസ്കൗണ്ട് എവിടെയും ഈ പറഞ്ഞിരിക്കുന്ന എവിടെയും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ഇതിലൊന്നും കാണിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 48ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ റവന്യൂ നേച്ചർ ദ ബെനഫിറ്റ് ഓഫ് വിച്ച് ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 അക്കൗണ്ട് ഇയർ. അതായത് ഒരു എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചറിലുള്ളതാണ്, പക്ഷേ അതിൻ്റെ ബെനഫിറ്റ് മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ നിലനിൽക്കും. ആ തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സിന് എന്തു പറയും? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി റിക്കറിങ് എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഉത്തരമായി വരുന്നത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ റവന്യൂ നേച്ചർ ദ ബെനിഫിറ്റ്സ് ഓഫ് വിച്ച് ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, ഇനി 49ാമത്തെ ചോദ്യമാണ്, ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ സെറ്റ് എ പാർട്ട് ടു ബി കോൾഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്താണ് ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ക്യാപിറ്റൽ റിസർവ് ആണോ, റിസർവ് ക്യാപിറ്റൽ ആണോ, റിസ്ക് ക്യാപിറ്റൽ ആണോ, റീഡൻഡൻറ്റ് ക്യാപിറ്റൽ ആണോ? എന്താണ്? റിസർവ് ക്യാപിറ്റലാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി റിസർവ് ക്യാപിറ്റലാണ്. ഓക്കെ, അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ്, ദ ടൈപ്പ് ഓഫ് ഡിപ്രിസിയേഷൻ ബൈ വിച്ച് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെക്നോളജി ഓഫ് ഫാഷൻ. ചേഞ്ച് ഇൻ ടെക്നോളജി ഓഫ് ഫാഷൻ മൂലമുണ്ടാകുന്ന ഡിപ്രിസിയേഷൻ എന്താണ്? ഒബ്സലസൻസ് ആണ് അല്ലേ. അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ, ഒബ്സലസൻസ്, ഫ്ലക്ച്വേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒബ്സലസൻസ് ആണ് ഉത്തരമായി വരുന്നത്. അപ്പം മുൻപ് ചോദിച്ച ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ടതാണ്. അവയുടെ പ്രാധാന്യം അറിയാത്തവ എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അറിയാത്തവ എഴുതിയെടുക്കുക, നോട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്